കവയത്രി സുഗതകുമാരി അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. സബർമതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. ഓർമ്മ മരങ്ങൾ വിതരണം ചെയ്തും അക്ഷരദീപം തെളിച്ചുമാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രകൃതിയെ പ്രണയിച്ച കവയത്രി സുഗതകുമാരിയുടെ അനുസ്മരണ ദിനത്തിൽ ഓർമ്മമരം നട്ടും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തും സ്മൃതിദീപം ഒരുക്കിയും സബർമതി ഗ്രന്ഥശാല പ്രവർത്തകർ അക്ഷരദീപവും തെളിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ സിംലാലെസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിക്ക് ദോഷകരമായി ഒരു വിഷയം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ സുഗതകുമാരി ടീച്ചറുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെ പരിസ്ഥിതിക്ക് ദോഷകരമാവുന്ന ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ സുമഞ്ജിത്ത് അടക്കം, കുഞ്ചിക്കുട്ടനടക്കം, ഞാനടക്കമുള്ളവർ ആ സംരക്ഷണ സമിതിയിൽ അംഗങ്ങളായിരുന്നവരാണ്. തീർച്ചയായും നീലാണ്ടൻ സാർ അടക്കമുള്ള സുഗതകുമാരി ടീച്ചർ അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെടുകയും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ആ സമരം വളരെ വിജയകരമായി തീരുകയും ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് സുമഞ്ജിത് മിഷ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല കമ്മിറ്റി അംഗം VK രാജേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി, ഗ്രന്ഥശാല ഭാരവാഹികളായ സുനിൽ പൂമുറ്റം, ഗോപൻ ചക്കാലയിൽ, ബേബി ശ്യാം, രഘു, ഷീജ, രാജീവ് വേണുഗോപാൽ, മോളി സുരേഷ്, സുമാജി, അമ്പിളി ഹരിലാൽ, നയൻതാര, ബിന്ദു, വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.